ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്കൊരു യാത്ര പോയാലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും പപ്പനെയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മയും പപ്പനെയും കണ്ടിട്ട് ഒത്തിരി നാളായി. അവർ രണ്ടുപേരാണ് അവിടെ ഇരുന്ന് പരാതി പറച്ചിലുമാണ്, ചെല്ലുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ പിന്നെ അവരെ ഒന്ന് പോയി കണ്ടേക്കാം, കൂടുതൽ നിങ്ങളെയും ആ സ്ഥലവും വീടും ഒക്കെ കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും തന്നെയല്ല പോകുന്നത്, തലേന്ന് തന്നെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. എൻ്റെ അമ്മയും അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയും വല്യച്ഛനുമാണേ. ഇവർ രണ്ടുപേരും കുഞ്ഞുനാൾ തൊട്ട് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം ഇവർ രണ്ടുപേരുമാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ടൊന്നും കഴിച്ചിട്ടിറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ചായക്കടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ 3 പേരും നല്ലൊരു അടിപൊളി ചായ കുടിച്ചിട്ടാട്ടോ പോകുന്നത്. അവിടെ നിന്ന് ചായയും കുടിച്ച് കുറേ വിശേഷങ്ങളും വർത്തമാനവും ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും പോന്നു. അവിടെ നിന്ന് പോയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും അവൾക്കും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ലൊരു വൈബുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം ചില്ലായിട്ട് അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്രയായി. അവിടെ നിന്ന് പോയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ കൂട്ടുകാരിക്ക് വീട്ടിലോട്ട് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ബസ് സ്റ്റോപ്പിലാക്കിയതിന് ശേഷം ഞാനും ചേട്ടായും വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് കയറിപ്പോയി കേട്ടോ. വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴിയിലാണെങ്കിൽ ചേട്ടനെയും അനിയനെയും കണ്ടായിരുന്നേ. എപ്പോൾ ചെന്നാലും അവരവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും ഇങ്ങനെ. അപ്പോൾ അവരുമായിട്ട് കുറേ നേരം വർത്തമാനവും പറഞ്ഞ് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടോ. അനിയനെ കൊണ്ട് ഞാൻ ഹായ് പറയിപ്പിച്ചതാണ് കേട്ടോ. അവൻ പറയുകയില്ലായിരുന്നു, അവൻ്റെ കാല് പിടിച്ച് ഞാൻ പറയിപ്പിച്ചത് ഹായൊക്കെ പറയടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ വർത്തമാനവും പറഞ്ഞ് കുറേ ആയപ്പോഴത്തേക്കും നല്ല മഴ മൂടി വരുന്നുണ്ടായിരുന്നേ. മഴ മൂടി വരുന്ന കണ്ടപ്പോഴത്തേക്കും ആണെങ്കിൽ പിന്നെ ഞാനും ചേട്ടായി നിന്നില്ല, പാടെ വീട്ടിലോട്ട് കയറി പോയേക്കാന്ന് ഓർത്തു. ഒത്തിരിയേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരിയേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ എടുത്തതാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ ബൈക്കിനാണ് പോയിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പം ഞങ്ങൾ 3 പേരും ബൈക്കിനല്ലേ. അപ്പം ഇച്ചിരി പാടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നത്തേക്കും ആണെങ്കിൽ എങ്ങനെയൊക്കെയോ എടുത്തു കഴിഞ്ഞ് പിന്നെ അവരോട് ബായ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ചെന്ന പാടെ പട്ടിക്കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നേ കിടന്നുകൊണ്ട്. കാരണം അവനെ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുവിട്ടാ കേട്ടോ, അമ്മയ്ക്കും പപ്പായ്ക്കും അവിടെ കൊണ്ട് കൊടുത്ത അവനെ. അപ്പോൾ അവനെ കറമ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നപ്പോൾ അവൻ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നേരെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അമ്മ പരാതിയും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരിക. അമ്മ പറയും ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പറഞ്ഞു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്കാണ് ഈ പപ്പായ അതുപോലെ തന്നെ പരാതി പറച്ചിലായിരുന്നു. പിന്നെ പപ്പായനെയും അമ്മേനെയും കുറേ നേരം വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും അമ്മ നല്ല കപ്പയും പന്നിക്കറിയും ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂട്ടി നല്ലൊരു പിടിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം കൂടെ കണ്ടിട്ട് വരാലോ എന്ന് ഓർത്ത്. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് വാഗമൺ ടെൻ്റ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ചേട്ടായി തന്നെ നടത്തുന്നൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടിട്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ചേട്ടനും അനിയനും ഒക്കെ ഉണ്ടായിരുന്നേ. അവിടെ നമ്മുടെ പാപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് പാപ്പൻ്റെ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ പാപ്പൻ ദേ ഒരു സാധനം കൊണ്ട് വരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ഡപ്പ നിറയെ ഉണ്ട് വേറെ, അല്ലാണ്ട് ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ ഒരു മുട്ടായൊക്കെ ഇട്ട് വെക്കുന്ന കുട്ടി ഭരണി പോലത്തെ ഒരു പാത്രം. അപ്പോൾ അതിലിങ്ങനെ നല്ല കാട്ടുതേനാട്ടോ, അടിപൊളി തേനായിരുന്നു കേട്ടോ. അതും കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലോട്ട് വെച്ചിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനത് മേടിച്ച് നല്ല രീതിയിൽ കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കാട്ടുതേന്. അതും കഴിച്ചിട്ടിരുന്നപ്പോൾ ദേണ്ടേ പാപ്പനാണെങ്കിൽ ചോറും കാര്യങ്ങളൊക്കെ വെക്കുമായിരുന്നു. ഞങ്ങൾ കഴിക്കാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പാപ്പൻ പെട്ടെന്ന് ചോറും ഒക്കെ ആക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ വന്നത്, അതുകൊണ്ട് പിന്നെ കഴിക്കാൻ വേണ്ടി അവിടെ നിന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ചേട്ടനുമായിട്ട് കുറേയേറെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇതുപോലത്തുള്ള നല്ല നല്ല നിമിഷങ്ങൾ കിട്ടുള്ളൂ. അപ്പം കുറേ കൂടെ നേരം അവിടെ നിന്ന് വർത്തമാനവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒത്തിരി നേരം അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അനിയനും ആണെങ്കിൽ താഴെ പോയി കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഞാനും അനിയനും അങ്ങോട്ട് പോയി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ഇപ്പം വാഗമൺ ടെൻ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ നടത്തുന്ന അടിപൊളി കാര്യങ്ങളാണ്. അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലത്തെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ചേട്ടായോട് പറഞ്ഞിട്ട്
കാര്യങ്ങൾ നമ്പരും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പം അതെല്ലാം അവിടുത്തെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടെയാണ് നല്ല കാറ്റായിരുന്നു, വീഡിയോ എടുക്കുന്ന നേരമൊക്കെ ഭയങ്കര അടിപൊളി കാറ്റും നല്ല വെയിലും നല്ല കാലാവസ്ഥയൊക്കെയാണ്. അടിപൊളി നല്ല രസമുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുമേ. നമ്മുടെ പാപ്പൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സൈസ് വീട്, നല്ല ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ. നമ്മുടെ നാടൻ സ്റ്റൈല് വീടും അടുപ്പും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ പാപ്പൻ എന്ന് പറയുന്നത്. പാപ്പൻ്റെ തലയിൽ എപ്പോഴും ആ തലയൊക്കെട്ടുള്ളത് കേട്ടോ. എന്നോട് ചെന്ന പാടെ കയറി ഇരിക്കാനൊക്കെ പറയുമായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെയെന്ന്. ഇത് അനിയനാട്ടോ അവിടെ നിൽക്കുന്നത്. അവനാണെങ്കിൽ അതിൻ്റെ ഇടയിലാണെങ്കിൽ ലൈറ്റ് ഓഫാക്കിയും ഇട്ടും ഓഫാക്കി. അവൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് കയറുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പരാതിയും പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ടെൻറ്റിൻ്റെ താഴെയായിട്ടൊരു സ്പോട്ടുണ്ട്. അവിടെ ടെൻ്റ് ഉണ്ട്, ഞാനതൊന്നും എടുത്തില്ല. അത് ഞാനൊരു വേറൊരു വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാവേ. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുള്ള ഉണ്ട്. അപ്പോൾ അതൊക്കെ വേറെ പുതിയൊരു വീഡിയോയിൽ എല്ലാം ഇടാമെന്ന് ഓർത്തു. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ വീണ്ടും നോക്കിയപ്പോഴത്തേക്കും പാപ്പൻ വീണ്ടും വലിയൊരു ഡപ്പ ഉണ്ടായിരുന്നു. ആ തേൻ ഡപ്പ അല്ലാണ്ട് വേറൊരു ഇതിൽ നിറയെ തേനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്ത് കാണിച്ചൊക്കെ തരുമായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും. അവിടുന്ന് പാപ്പനിങ്ങനെ എല്ലാവർക്കും തേനും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ഇതിൽ പറഞ്ഞാൽ മതി. ബോട്ടിലായിട്ട് ഇത്ര രൂപയ്ക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ തേനും അവിടുന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പാപ്പൻ കാട്ടിൽ നിന്ന് തന്നെ പോയിട്ട് എടുക്കുന്ന കേട്ടോ. ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പ്യുവറായിട്ടുള്ള തേന കേട്ടോ. അപ്പം ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് നോക്കിയിട്ട് അതൊക്കെ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി നേരം വർത്താനം പറഞ്ഞ് വീട്ടിൽ നിന്ന് അമ്മയോടും പപ്പയോടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതാണ്. അവിടെ വന്നിരുന്ന് അവരെയും കണ്ട് ഒത്തിരി നേരം, കാരണം എപ്പോഴും ഇതുപോലത്തെ ഇങ്ങനെ വർത്താനം പറയാനൊന്നും അവസരം കിട്ടാറില്ല. അപ്പം കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് അവരോട് അവിടെ നിന്ന് ബായും പറഞ്ഞ് വിശേഷവും പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. പോയേക്കുമെന്നും പറഞ്ഞ് അവിടെ വന്ന് പിന്നെ വീട്ടിൽ വന്ന് പപ്പയോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് പോയേക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അങ്ങോട്ട് വീട്ടിലോട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, മഴക്കോളൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.